പശ്ചിമ ബംഗാളിലെ പരാജയത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പോർമുഖം തുറന്ന് മമതാ ബാനർജി. തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ലെന്ന് പ്രഖ്യാപിച്ച മമത രാജിവെക്കില്ലെന്ന നിലപാടിലാണ്. 100-നടുത്ത് സീറ്റുകളിൽ വോട്ടുകൾ നടന്നുവെന്നും യഥാർത്ഥ വില്ലൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണെന്നും മമത ആരോപിച്ചു. അതേസമയം അധികാരം പിടിച്ചതിന് പിന്നാലെ ബിജെപി മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കടന്നു. സുവേന്ദു അധികാരിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം വിളിച്ച ആദ്യ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ മമതാ ബാനർജിയുടെ ഗുരുതര ആരോപണം. ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുക്കുകയും EVM അട്ടിമറിക്കുകയും ചെയ്ത കമ്മീഷൻ BJP ഏജന്റിനെ പോലെ പെരുമാറിയതായി മമത തുറന്നടിച്ചു. കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിൽ നീതിയുക്തമല്ലാതെയാണ് വോട്ടെണ്ണൽ നടന്നത്. തൃണമൂൽ തോറ്റതല്ലെന്നും 100-നടുത്ത് സീറ്റുകൾ ബലമായി പിടിച്ചെടുക്കുകയായിരുന്നുവെന്നും മമതാ ബാനർജി ആരോപിച്ചു. Sad to say, CEC became the villain of this election to loot the democratic rights of the people and to loot the EVM machine. Can you tell me that after voting EVM machine, 80 to 95% is a charge? How it is possible? സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയും ഗുരുതര ആരോപണം മമത ഉയർത്തി. പോലീസ് നിർജീവമായപ്പോൾ വോട്ടെണ്ണൽ അട്ടിമറിക്കാൻ CRPF ഉദ്യോഗസ്ഥർ BJPക്ക് എല്ലാ പിന്തുണയും നൽകി. വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തിയപ്പോൾ തനിക്ക് നേരെയും കയ്യേറ്റമുണ്ടായി. തെരഞ്ഞെടുപ്പിൽ ജയം തൃണമൂലിന് തന്നെയാണെന്നും രാജിവെക്കില്ലെന്നും മമത പ്രഖ്യാപിച്ചു. Now also I want to say that we didn't lose the election. It is their forceful attempt to defeat us. Officially they may, through election commission, can defeat us. But morally I am telling you that we won the election. EVM അട്ടിമറി ആരോപണം ശരിവെച്ച് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും രംഗത്ത് വന്നു. അസമിലും ബംഗാളിലും ജനവിധി അപഹരിച്ച BJP ജനാധിപത്യത്തെ തകർക്കാനുള്ള ചുവടുവയ്പിലാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. അതേസമയം തട്ടകമായ ഭവാനിപ്പൂരിൽ മമതയെ തോൽപ്പിച്ച പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ മുന്നിൽ. സംസ്ഥാന അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ, മുൻ അധ്യക്ഷൻ ദിലീപ് ഘോഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഗ്നിമിത്ര പോൾ തുടങ്ങിയവരും പരിഗണനയിലുണ്ട്. ഇക്കാര്യത്തിൽ BJP ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമാകും നിർണായകം. തോൽവിക്ക് പിന്നാലെ ബംഗാളിന്റെ പല ഭാഗങ്ങളിലും തൃണമൂൽ ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. ജൽപായ്ഗൂരിലും അസൻസോളിലും തൃണമൂൽ ഓഫീസുകൾ തകർത്തു. സിലിഗുരിയിൽ തൃണമൂൽ ഓഫീസിന് തീയിട്ടു. എന്നാൽ ആക്രമണത്തിൽ പങ്കില്ലെന്നാണ് BJPയുടെ വിശദീകരണം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.